അല്ലെങ്കിൽ അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാം. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, മൂക്കും മുട്ടിക്കും. നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ്. പിന്നെ ആടുജീവിതം കണ്ടു കാണുമല്ലോ, പത്രക്കാർ സിനിമ കാണാണ്ടിരിക്കില്ല. ആടുജീവിതം ഒക്കെ കാണിച്ചത് അത് ശരിക്കും ഗൾഫിനെ ഒപ്പിയെടുത്തിരിക്കും. പ്രിയപ്പെട്ട ബോച്ചെ, കുറച്ച് ദിവസങ്ങളായി എന്തെന്നില്ലാത്ത സ്നേഹവും അതിലേറെ താങ്കളെക്കുറിച്ചുള്ള ഓർത്ത് അഭിമാനവും ഉണ്ടായ കുറച്ച് നാളുകളാണ് കടന്നുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികൾക്ക് ഇന്ന് രാവിലത്തെ ഒരു താങ്കളുടെ വാർത്താ സമ്മേളനം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആ അഭിമാനമൊക്കെ വലിയ അപമാനമായി മാറുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ബോച്ചെ, താങ്കൾ ചെയ്ത സേവനം, താങ്കൾ മുന്നിട്ടിറങ്ങി അബ്ദുറഹീമിന് വേണ്ടി താങ്കൾ ചെയ്ത പ്രവർത്തനം ഒരൊറ്റ ഇന്ത്യക്കാരനും മറക്കാൻ സാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ അറബ് സമൂഹത്തെ ഒന്നടങ്കം വിമർശിക്കുന്ന രീതിയിൽ താങ്കളുടെ ഒരു പത്രസമ്മേളനം നടത്തി? ഞങ്ങൾ ഇന്നലെ പോലും ഞങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങളിൽ പകരക്കാരനില്ലാത്ത ബോച്ചെ എന്നൊക്കെ എഴുതി വാട്സാപ്പ് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ട് ഇന്നലെ പോലും. അപ്പോൾ ഇന്ന് രാവിലെ താങ്കളുടെ പത്രസമ്മേളനം കണ്ടതോടുകൂടി ഞങ്ങളൊക്കെ വലിയ പ്രയാസത്തിലായിപ്പോയി, വലിയ സങ്കടത്തിലായിപ്പോയി. താങ്കളെക്കുറിച്ച് ഓർത്ത് അതിലേറെ സഹതാപവും തോന്നി. എന്ത് തെറ്റാണ് താങ്കൾക്ക് സംഭവിച്ചത്? താങ്കൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കളൊന്ന് ഓർത്ത് നോക്കിയേ. അറബികൾ തമ്മിൽ മൂക്കും മുട്ടിക്കുക, കപട സ്നേഹത്തിൻ്റെ ആളുകളാണ് അറബികൾ എന്ന് പറഞ്ഞു താങ്കൾ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, മാറാല കെട്ടിയ അടുപ്പുകളിൽ, നമ്മുടെ കണ്ണൂക്കാരുടെ ഭാഷയിൽ വണ്ണാമ്പില കെട്ടിയ അടുപ്പുകളിൽ തീ പുകച്ചു തന്ന ഒരു സമൂഹമാണ് അറബ് സമൂഹം. ഞാൻ പറയുന്നതല്ല, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പറയുന്ന, പ്രത്യേകിച്ച് മലയാളികൾ പറയുന്ന ഒരു വാക്കാണ്. താങ്കൾ ആ അറബികളെ കുറിച്ചാണ്, ആ അറബ് സമൂഹത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. മൂക്ക് മുട്ടിച്ചു കഴിഞ്ഞാൽ ആ നേരിൽ കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ, പിന്നെ കപട സ്നേഹമാണ് അവർക്ക് എന്നുള്ളത് താങ്കൾ തിരുത്തണം ബോച്ചെ. താങ്കൾ പറഞ്ഞത് വളരെ തെറ്റാണ്. ഏതൊരു ആടുജീവിതത്തിലൂടെ ഒരു നജീബിനുണ്ടായ ദുരന്ത അനുഭവമല്ല, അല്ലെങ്കിൽ ഒരു നജീബിന് കിട്ടിയ ഒരു സ്പോൺസർ അല്ല ഇവിടെയുള്ള ബാക്കിയുള്ള അറബികൾ. നമ്മളെ നാട്ടിൽ എത്രയോ മന്ത്രിമാർ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള നേരിട്ട് കൊലപാതകത്തിലേക്ക് ഇടപെട്ട മന്ത്രിമാരെ നമുക്കറിയാം. എന്നിട്ടാണോ ഏതോ വിരലിൽ ഉണ്ടാവുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് അറബികൾ, കാട്ടറബികൾ, നജീബിനുണ്ടായ ഒരു ദുരന്തം അത് ആടുജീവിതത്തിലൂടെ ഒരു സിനിമ ഇറക്കുമ്പോൾ അതിന്റെ എരിവും പുളിവൊക്കെ കൂട്ടിയിട്ടാണ് സിനിമ ഇറക്കാറ്. നമുക്കൊക്കെ അത് മനസ്സിലാവും, നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് കേരളത്തിലുള്ള ആളുകൾ. എന്നിട്ട് ആ ഒരു അറബിയെ വെച്ച് മറ്റുള്ള അറബികളൊക്കെ നജീബിന് കിട്ടിയ അറബിയാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ബോച്ചെ താങ്കളുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. താങ്കൾ തിരുത്തണം, അതല്ല ഒരിക്കലും, അതല്ല ശരി. എത്രയോ ഇന്ത്യക്കാരാണ് ഈ രാജ്യം, എത്രയോ ഇന്ത്യക്കാരെയാണ് ഈ രാജ്യം ഇരു കൈ നീട്ടി സ്വീകരിച്ചത്, വ്യവസായത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചത്. താഴെത്തട്ടിൽ നിന്നും എത്ര ഉയരത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് താങ്കളൊരു ആവേശം കൊണ്ട് പറഞ്ഞതാണോ എന്നോ എനിക്ക് തോന്നിപ്പോന്നു. അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞതിന് 100% തിരുത്തുമെന്ന 100% വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ നിർബന്ധിതനായത്. പ്രിയപ്പെട്ട ബോച്ചെ, പറ്റുമെന്ന് താങ്കൾ പറഞ്ഞു, സ്പോൺസർ വിചാരിച്ചു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് മാറ്റാൻ പറ്റുമെന്നുള്ളത്. താങ്കൾ ഒരു ദിവസത്തെ ജയിൽ കസ്റ്റഡിയിലായി, പോലീസ് സ്റ്റേഷനിൽ കയറി ചെയ്യാത്ത കുറ്റത്തിന്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇത് വേറൊരു രാജ്യമല്ലേ, മറ്റൊരു രാജ്യമല്ലേ, ഇവിടുത്തെ നിയമസംഹിതകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? താങ്കൾ ഒരു ദിവസം കൊണ്ട് ഇറങ്ങാൻ കാരണം എന്താണ്? താങ്കൾ ചിലപ്പോൾ തെറ്റുകാരനല്ല എന്ന്
പോലീസുകാർക്ക് അവിടുത്തെ സ്റ്റേഷനിലെ ആളുകൾക്ക് പിന്നെ മനസ്സിലായത് കൊണ്ടായിരിക്കും താങ്കൾ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിയത്. ഞങ്ങൾ കുറേ നാൾ കിടന്നില്ലല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞു സ്പോൺസർ വിചാരിച്ചാൽ ജഡ്ജ്മെന്റ് മാറ്റാൻ പറ്റും. ഒരിക്കലും മാറ്റാൻ പറ്റൂല. താങ്കൾ ഇവിടുത്തെ നിയമത്തെയാണ് കൊഞ്ഞനം കാട്ടുന്നത് ബോച്ചെ. അതെങ്ങനെയാണ് ഒരു സ്പോൺസർ വിചാരിച്ചു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് മാറ്റാൻ പറ്റുക? മാറ്റാൻ പറ്റില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഞാനും എൻ്റെ സ്പോൺസറും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ജഡ്ജ്മെന്റ് എനിക്ക് അനുകൂലമായി. ഞാൻ അറബിയല്ല കേട്ടോ. അപ്പൊ എന്താ ഇവിടുത്തെ കോടതി എൻ്റെ സ്പോൺസറുടെ ഭാഗത്ത് കൂടാതിരുന്നത്? സത്യം എന്താണോ അതിന്റെ ഭാഗത്താണ്, ന്യായം എന്താണോ അതിന്റെ ഭാഗത്താണ്. താങ്കൾ ഇത്രയും വലിയ ഒരു കാര്യം സമൂഹത്തിന് മുന്നിൽ ചെയ്ത് ഇത്രയും തെളിവോടെ, ഇത്രയും സ്നേഹത്തോടെ, എല്ലാവരുടെയും സ്നേഹത്തോടെ താങ്കളിങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിന്ന് ഞങ്ങളൊക്കെ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും താങ്കളെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതൊക്കെ രാവിലെ വരെ വെള്ളം കോരി അല്ല രാത്രി കുടം അടിച്ചു പൊട്ടിച്ചു എന്ന് താങ്കൾ തന്നെ പറയുന്ന ആ ഒരു ഭാഷയിൽ താങ്കൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. പിന്നെ താങ്കൾ ആക്ഷേപിച്ചത് കഴുത്തറുക്കുന്ന ഇത്തരം രീതികൾ. കൊന്നവനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ബോച്ചെ? ഈ രാജ്യത്തിന്റെ നിയമമല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ കണ്ടു, ഒരു വിദേശികളെ മാത്രമല്ല കഴുത്തറുക്കുന്നത്, ഒരു സൗദിയെ കഴുത്തറുത്ത് കൊന്ന വാർത്ത നമ്മളൊക്കെ വായിച്ചില്ലേ? വണ്ടിയിടിച്ച് കൊന്ന ഒരു സൗദിയെ കഴുത്തറുത്ത് കൊന്നു. അതെന്താണെന്നറിയോ? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഫാത്തിമത്തും ബിളഅത്തും മിന്നി. ഫാത്തിമ എന്ന് പറയുന്നത് പരിശുദ്ധ പ്രവാചകരുടെ പുന്നാര മകളാണ്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കും. അതാണ് നിയമം. ആ നിയമമാണ്, ആ പരിശുദ്ധ പ്രവാചകരുടെ നിയമമാണ് അറബ് രാജ്യത്തിലുള്ളത്. അപ്പോ ആ നിയമം, ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കും എന്ന് പറഞ്ഞാൽ ആ കട്ടവന്റെ കൈ മുറിക്കും, കൊന്നവന്റെ കഴുത്തെറുക്കും. നമ്മളെ രാജ്യത്ത് ഇപ്പൊ എന്താണ് നടന്നത്? കൊന്ന ആളുകള് ഇപ്പൊ നമുക്കൊക്കെ അറിയില്ലേ, റിയാസ് മൗലവിയെ കൊന്നു. എന്താ സംഭവിച്ച? കഴുത്തറുത്ത് കൊന്നു. ഒരു പാവപ്പിടിച്ച ഒരു മൗലവിയെ, മദ്രസ അധ്യാപകനെ, മദ്രസയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനെ, ഒരു കേസിലും പ്രതിയല്ലാത്ത ഒരു നിരപരാധിയെ മതത്തിന്റെ പേരിൽ കൊന്നു. കൊലപാതകികളോ? നമ്മൾ കേട്ടില്ലേ, ജഡ്ജ്മെന്റ് വന്നു. എന്താ വന്നേ? കൊലപാതകികൾ അവർക്ക് ശിക്ഷയില്ല, അവരെ വെറുതെ വിട്ടു കോടതി. ഇതെല്ലാം അറബി രാജ്യത്ത് ചെയ്യുന്നത്. തെറ്റ് ചെയ്താൽ അവിടെ ഇവിടെ കോടതികളാണ്, തെളിവുകളാണ്. തെറ്റ് ചെയ്ത് എന്ന് ഉറപ്പ് വന്നാൽ, ഇപ്പൊ സൗദിയിലാണെങ്കിൽ കൊന്നവനെ കൊല ചെയ്യുക തന്നെ ചെയ്യും. അത് സൗദിയാണെന്നോ അല്ലെങ്കിൽ അറബിയാണെന്നോ അനറബിയാണെന്നോ അവർ നോക്കില്ല. ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. വളരെ നീതിന്യായ രീതിയിൽ നടന്നു പോകുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഈ അറബ് രാജ്യത്ത്. ബോച്ചെ, നിങ്ങൾ തിരുത്തണം ബോച്ചെ. കാരണം എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യത്ത്, നമ്മുടെ രാജ്യത്തെ പോലെ, ഇന്ത്യ രാജ്യത്തെ പോലെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കൊലപാതകങ്ങൾ നടക്കാത്തത്? ഇത്തരം നിയമവ്യവസ്ഥകൾ നിർബന്ധമായത് കൊണ്ടാണ്. അതേപോലെ താങ്കൾ പറഞ്ഞു, ഒരു സ്പോൺസറുടെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ. തെറ്റാണ് ബോച്ചെ. വീണ്ടും തങ്ങൾ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ സംസാരത്തിൽ പിറകിൽ താങ്കളെ ആരോ ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുണ്ട്. കാരണം താങ്കൾക്ക് ഇവിടുത്തെ നിയമം അറിയാത്തത് കൊണ്ടാണ്. ഒരു എംപ്ലോയർക്കും എംപ്ലോയിക്കും 6 months പ്രൊബേഷൻ പീരീഡ് ഒരു എഗ്രിമെന്റ് ഉണ്ട്. 6 മാസം എംപ്ലോയിക്കും എംപ്ലോയറെയും എംപ്ലോയർക്ക് എംപ്ലോയിയെയും പരസ്പരം മനസ്സിലാക്കിയിട്ട് ജോലി കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ലോകത്ത് എവിടെയില്ലാത്ത ഒരു നിയമം, പ്രത്യേകിച്ച് ഞാൻ UAE ഉണ്ടായതുകൊണ്ട് UAE ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരു തൊഴിലാളിക്ക് വല്ല വിഷമവും തൊഴിലുടമയുടെ കയ്യിൽ നിന്ന്, തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഒരു വലിയ പൈസ കൊടുത്തിട്ട് ലോയറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ, അതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഫ്രീ ആയിട്ട് ഫോൺ ചെയ്ത്
മിനിസ്ട്രി ഓഫ് ലേബർ കോർട്ടിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം. 48 അവേഴ്സിനുള്ളിൽ അയാളുടെ പരാതി അക്സെപ്റ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും 48 അവേഴ്സിനുള്ളിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എംപ്ലോയറെയും എംപ്ലോയിയെയും വിളിച്ച് പരസ്പരം ആ കംപ്ലൈൻറ്റ് അവിടെ തീർക്കുകയും ചെയ്യും. ഇനി അവിടെ വെച്ച് തീരുന്നില്ല എങ്കിൽ അത് കോടതിയിലേക്ക് റെഫർ ചെയ്യും. ലോകത്ത് എവിടെയില്ലാത്ത ഒരു സംവിധാനമാണ് എന്ന് ഞാൻ ബോച്ചെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വലിയ ക്യാഷൊന്നും കൊടുത്തിട്ട് ലോയറെ വെക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ അത്തരം കേസുകളാണെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് അത്തരം കേസിൽ ഉൾപ്പെട്ടാൽ മാത്രമല്ലേ നമ്മൾ ലോയറൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ബോച്ച എപ്പോഴും പറയുന്നത് പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ല. വെറുതെ അങ്ങനെ പുക വരൂലല്ലോ. അപ്പൊ എന്തെങ്കിലും കേസിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും ഇന്ത്യ രാജ്യത്തും അങ്ങനെ തന്നെയല്ലേ. ഏതെങ്കിലും കേസുകൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയോ കേസുകൾ, നിരപരാധികൾ കൊടുക്കുന്ന കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ചിലപ്പോൾ കസ്റ്റഡിയിൽ, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ. അതേപോലെ ഡ്രഗ് കേസുകൾ മറ്റൊക്കെ പെട്ട ഒരുപാട് ആളുകളുണ്ട്. പിന്നീട് അവർ നിരപരാധിയാണെങ്കിൽ അത്തരം ആളുകളെ പുറത്തേക്ക് വിടുന്ന സംവിധാനം തന്നെയാണ് ഇവിടെ. മനഃപൂർവ്വം ആരെയും കാരാഗ്രഹത്തിൽ അടക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ലോകത്ത് എത്രയോ നമ്മുടെ മലയാളികൾ, നമ്മുടെ പിന്നെ ഇന്ത്യക്കാർ, വിദേശികൾ വന്നിട്ട് ഈ രാജ്യത്ത് വന്ന് കുഴപ്പമുണ്ടാക്കുന്നു, കള്ളച്ചെക്കുകൾ കൊടുക്കുന്നു, കമ്പനിയെ കബളിപ്പിക്കുന്നു, പണം വാങ്ങി ഓടുന്നു, കമ്പനിയെ കബളിപ്പിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടുത്തെ ആ നിയമ സംവിധാനം ലഘൂകരിച്ച് ചെക്ക് കേസുകളിലൊക്കെ പെട്ട ആളുകൾക്ക് ജയിൽവാസം കൊടുക്കാതെ അവർക്ക് സമയം നീട്ടിക്കൊടുത്ത് ഇൻസ്റ്റാൾമെന്റുകളൊക്കെ ആയി കോടതിയിൽ പേയ്മെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത്തരം വിശാലമായ സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ സംവിധാനങ്ങളൊക്കെ കൊഞ്ഞനം കാട്ടി ഇവിടെ ഒരു അടിമ വ്യവസ്ഥയാണ് എന്ന രീതിയിൽ തങ്ങൾ പറയുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. കൊച്ചെ, തങ്ങൾ തിരുത്തണം. തങ്ങൾ തിരുത്തിയേ മതിയാവും. കാരണം ഞങ്ങളൊക്കെ ഹൃദയത്തിൽ താങ്കൾ സ്ഥാനം പിടിച്ച ആളാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ സ്നേഹത്തോടെ തന്നെ താങ്കളെ ഞങ്ങൾ ഈ തെറ്റിൽ നിന്ന് താങ്കൾ മനഃപൂർവ്വമല്ല ഇത് സംസാരിച്ചെങ്കിൽ, തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണെങ്കിൽ താങ്കൾ തിരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ ബോച്ചെ. ഇനി ഒരുപാട് കാര്യങ്ങൾ പക്ഷെ വലിച്ചു നീട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്നില്ല. താങ്കൾ തിരുത്തുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഇനിയും താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. താങ്കൾ ചെയ്ത സേവനം ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. നന്ദി, നമസ്കാരം. സൽമാൻ അഹമ്മദ്.